ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പ്രിവ്യൂ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇമേജ് ആദ്യം കുറച്ച് ഫാസ്റ്റായി വന്ന ശേഷം പിന്നെ സ്ലോ ആയി പോകുന്ന ഒരു എഫക്റ്റാണ് ഇവിടെ ഉള്ളത്. ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന എന്താ ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ബോക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഇതേപോലെ യൂസ്ഫുള്ളായ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെല്ലേക്ക് കൂടെ അമർത്താം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത ശേഷം പ്ലസ് ബട്ടണിൽ പോവാം. ഇവിടെ നമ്മളുടെ താഴെ സൈഡിൽ കാണുന്ന പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇത് വാല്യൂസ് മാറ്റി കൊടുക്കാം. 1080 2340 കൊടുക്കുക. ഫ്രെയിം റേറ്റ് 60 അതോ 30 കൊടുക്കുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കുക. ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആദ്യം നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്ന ഓഡിയോ മ്യൂസിക് നമുക്ക് ആദ്യം തന്നെ കൊടുക്കാം. പ്ലസ് ഐക്കൺ വന്ന ശേഷം ഓഡിയോ പോവുക. ഇവിടെ നമ്മൾ ഓഡിയോ ഓക്കെ, അപ്പോൾ നമുക്ക് ഓഡിയോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജ് ആഡ് ചെയ്യണം. അതിൻ്റെ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇമേജ് ആൻഡ് വീഡിയോ പോവുക. നമ്മളിവിടെ ഇമേജ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇമേജാണ് ആഡ് ചെയ്യണത്. ഇവിടെ നമുക്കിത് ഫിൽ സ്ക്രീൻ ആക്കണം. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഈ ഫിൽ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഡ്യൂറേഷൻ കുറച്ച് കൂട്ടി കൊടുക്കാം. ഡ്യൂറേഷൻ ഒരു 6 കൊടുക്കാം. 6-എത്തുമ്പോൾ ഓക്കെ. ഇനി ഇവിടെ നമുക്കൊരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 സെക്കൻഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂവ് ട്രാൻസ് വന്ന ശേഷം സ്കെയിൽ ഓപ്ഷനിൽ നമുക്ക് കുറച്ച് സൂം ചെയ്യാം. അത്യാവശ്യം സൂം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ആനിമേഷൻ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഇമേജ് ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫറിൽ വരിക. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു കീ ആഡ് ചെയ്യുക. അത് നമ്മളൊരു ഇമേജിൻ്റെ തുടക്കം ഓക്കെ ഇവിടെ വെക്കുക. ഒരു കീ ആഡ് ചെയ്തു. ഇനി നമുക്കിനി ഒരു എത്ര സെക്കൻഡ് നിങ്ങൾക്ക് എത്ര സ്പീഡ് വേണം അത്രയും വെക്കുക. ഞാനൊരു 10 സെക്കൻഡാണ് വെക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മളൊരു കീ ആഡ് ചെയ്യുക. അതിനുശേഷം അതൊരു ഫസ്റ്റ് നമുക്ക് എവിടെ വരെ സ്പീഡ് വേണം അവിടെ വരെ കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ വെക്കുക. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോവുക എൻഡിൽ. ഓക്കെ, എൻഡിൽ വന്നിട്ട് ഒരു കീ കൂടി ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇമേജ് ലാസ്റ്റിൽ കൊണ്ടുപോകുക. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ലൈൻ കാണാൻ കഴിയും. നമുക്ക് ആനിമേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ലൈനാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ വരെ വരും. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്യുമ്പോൾ തന്നെ കാണാൻ കഴിയും. സ്പീഡിൽ വന്നിട്ട് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. സ്പീഡിൽ വന്നിട്ട് സ്ലോ ആയി പോകുന്നൊരു എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഇമേജ് ആഡ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇമേജ് ആൻഡ് വീഡിയോ പോവുക. ഇവിടെ നമ്മൾ അടുത്ത ഇമേജ് കൂടെ ആഡ് ചെയ്യാം. ഇതും ഫിൽ സ്ക്രീൻ ആക്കുക. 3 ഡോട്ട്സ് ശേഷം ഫിൽ സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഡ്യൂറേഷൻ നമുക്കിത് കുറച്ച് കൂട്ടി കൊടുക്കാം. ഡ്യൂറേഷൻ ഒരു 12 ആണ് വരുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് സ്കെയിൽ ഓപ്ഷനിൽ പോയ ശേഷം ഇതിൻ്റെ സൂം ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതൊക്കെ ഏകദേശം ആഡ് ചെയ്തിട്ടുണ്ടാകും. ഇനി നമ്മളിത് കുറച്ച് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇമേജ് ക്ലിക്ക് ചെയ്ത ശേഷം ഫസ്റ്റിൽ വന്ന ശേഷം മൂവ് ട്രാൻസ്ഫറിൽ വരിക. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു കീ ആഡ് ചെയ്ത ശേഷം നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ഇടത് സൈഡിലേക്ക് വന്ന ശേഷം ഏകദേശം ഇവിടെ എത്തുമ്പോൾ വെക്കുക. അതിനുശേഷം നമ്മളൊരു കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളൊരു കീ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇമേജിൻ്റെ തുടക്കം എവിടെ വരെയാണ് സ്പീഡ് വേണ്ട അവിടെ വെക്കുക. ഇനി ഇമേജിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരിക. ഏറ്റവും ലാസ്റ്റ് വന്ന ശേഷം ഇവിടെ ഒരു കീയും കൂടി ആഡ് ചെയ്യുക. അത് നമ്മളൊരു ഇമേജിൻ്റെ ലാസ്റ്റ് വരെ ഓക്കെ ഇവിടെ വരെയാണ് നമ്മൾ വെക്കുന്നത്. ഇവിടെ ഇനി നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സ്പീഡിൽ വന്ന ശേഷം സ്ലോ മോഷൻ കാണാൻ കഴിയും. നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ അറിയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു ഇമേജ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. വേറെ പ്ലസ് ഐക്കണിൽ പോവുക, ഇമേജ് കൂടി പോവുക, ഇമേജ് ക്ലിക്ക് ചെയ്യുക, ഫിൽ സ്ക്രീൻ ആക്കി കൊടുക്കുക.
ഓക്കെ, ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ ഒരു 18 ആണ് വരുന്നത്. 18 എത്തിക്കുക. ഇനി നമുക്ക് സ്കെയിൽ ഓപ്ഷൻ വന്ന ശേഷം കൂട്ടി കൊടുക്കുക. ഇനി ഫസ്റ്റ് വന്ന ശേഷം കീ ആഡ് ചെയ്യുക. ഒരു കീയും കൂടി ആഡ് ചെയ്യുക. ലാസ്റ്റ് വന്ന ശേഷം ഒരു കീയും കൂടി ആഡ് ചെയ്ത ശേഷം ഓക്കെ, ഇത് നമ്മൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത്രയും ഉള്ളൂ ഇങ്ങനത്തെ എഡിറ്റിംഗ് ചെയ്യാൻ. നിങ്ങൾക്ക് വേണത്തെ എഫക്റ്റ് ആഡ് ചെയ്യാം. എഫക്റ്റ് ആഡ് ചെയ്തതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്താൽ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഉള്ള എഫക്റ്റ് ഞാനിപ്പോൾ ആഡ് ചെയ്യണം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ ലിങ്ക് ഞാൻ താഴെ നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ താഴെ പ്ലസ് ഐക്കണിൽ പോയ ശേഷം ഇമേജ് ആൻഡ് വീഡിയോ പോവുക, എഫക്ട്സ് എടുക്കുക. ഇപ്പോൾ പ്ലസ് ബട്ടൺ എടുക്കുക. ഇനി നമുക്കിത് ഫിൽ സ്ക്രീൻ കൊടുക്കണം. അതിനായിട്ട് ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക. ബ്ലെൻഡിങ് ഓപ്പോസിറ്റിൽ വന്ന ശേഷം ലൈറ്റിനുള്ളിടത്ത് നമ്മൾ സ്ക്രീൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആ എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ബ്ലെൻഡിങ്ങിന് വന്ന ശേഷം വേണമെങ്കിൽ കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റിൻ്റെ സൗണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്ത് കണ്ടു. എഫക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിന് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എഫക്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇല്ലാണ്ട് ചെയ്താലും മതി. ഇനി നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതിൻ്റെ അവിടെ എക്സ്പോർട്ട് എന്നുള്ള ചിഹ്നം കാണുന്നത് നല്ല ഷെയർ ചിഹ്നം, അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ക്വാളിറ്റിയൊക്കെ നോക്കിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ എക്സ്പോർട്ട് ആവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് എക്സ്പോർട്ടായി കിട്ടിയിട്ടുണ്ട്. ഇത്ര എക്സ്പോർട്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. ഇതേപോലെ നമുക്ക് ഇങ്ങനെ സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടാക്കാൻ പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയി ഇതിൻ്റെ വേറെ തരത്തിലൊരു എഡിറ്റിംഗ് വീഡിയോ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണണം, ലൈക്ക്. ഈ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചില ബെല്ലിലേക്ക് കൊണ്ടുവന്ന് നോക്കാം. ഫോട്ടോ വൈകി നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.